ഹലോ, ഇന്ന് കൊഴുവ മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് മീൻ കറിയും അതുപോലെ ദാ ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ പീര വറ്റിച്ചതുമാണ് കേട്ടോ ചെയ്യുന്നത്. ഇങ്ങനത്തെ ചെറിയ മീനുകൾ പീര വറ്റിച്ച് വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. അതുപോലെ കുഞ്ഞി ചാള ഉണ്ടല്ലോ, അത് കിട്ടിയാലും ഇതുപോലെ ചെയ്താൽ നല്ല ടേസ്റ്റ് ആണ്. അതുപോലെ കുറച്ച് കറി കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിനായിട്ട് മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി രണ്ടായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോ 1/2 കിലോ മീനാണ് രണ്ടായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി ഇത് കറിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ആട്ടോ. ഇത് തേങ്ങയും അതുപോലെ രണ്ടായിട്ട് ചിരകി വെച്ചിട്ടുണ്ട്. കുറച്ചധികം നമ്മൾ മീൻ പീര വറ്റിക്കാനും എടുക്കും. ഒരു 6-7 ടേബിൾ സ്പൂൺ നമ്മൾ കറി വെക്കാനും എടുക്കുന്നുണ്ട്. ഒരു 8 ടേബിൾ സ്പൂണോളം മീൻ പീര വറ്റിക്കാനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില അതിനും എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കൊടംപുളിയാണ്. കൊടംപുളി രണ്ടിനും കൂടിയാണ് ഇതിൽ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ളതാണ്. ഒരു 4 അത് നമ്മുടെ പുളി കയ്യിലിരിക്കുന്ന പുളി അനുസരിച്ച് എടുക്കുക കേട്ടോ. ഇത് മീൻ പീര വറ്റിക്കാനുള്ളതാണ് കേട്ടോ. അതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ആ പുളിവെള്ളം കുറച്ച് ഒഴിച്ചിട്ട് അതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങ് അരഞ്ഞ് പേസ്റ്റ് ആയി പോകണ്ട. അതാ ഇതേപോലെ ആക്കി എടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മതി മിക്സിയിൽ. എന്നിട്ട് അത് നന്നായിട്ട് ഒരു ചെറിയ കഷ്ണം പുളിയും കുറച്ച് പുളിവെള്ളവും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി അടപ്പിലോട്ട് വെക്കാം കേട്ടോ. ആദ്യത്തെ 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക. അതുപോലെ തന്നെ പിന്നീട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിം ആക്കിയിട്ട് ഒരു 3 മിനിറ്റോളം അടച്ചു വെക്കുക കേട്ടോ. ഇത് കൊഴുവയല്ലേ, പെട്ടെന്ന് വേഗം കേട്ടോ. ഈ മീൻ വേകുന്ന സമയം കൊണ്ട് നമുക്ക് കറിക്കുള്ളതാക്കാം കേട്ടോ. ദാ ഇതിലോട്ട് ഞാൻ തേങ്ങയും അതുപോലെ തന്നെ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇത്രയും ചേർത്ത് വെള്ളം ചേർത്ത് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അത് മീനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുടംപുളിയും വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് അടുപ്പിലേക്ക് വേവിക്കാനായിട്ട് വെക്കുക കേട്ടോ. ഇത് ആദ്യത്തെ 2 മിനിറ്റ് ഹൈ ഫ്ലെയിം, പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അത് ചാറ് വറ്റിച്ചെടുക്കുക കേട്ടോ. എന്താ മീൻ പീര വറ്റിച്ചത് ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ, നല്ല വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് 1 മിനിറ്റും കൂടി ഒന്ന് സ്ലോ കുക്ക് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ മീൻ പീര വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാ ഇത് കണ്ടോ, വെള്ളമൊന്നും ഒട്ടും ഇല്ലാതെ നന്നായിട്ട് വറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി മീൻകറി നോക്കുവാണെങ്കിൽ ഇതാ മീൻകറിയും അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഈ ടൈമിൽ നമുക്ക് ഇതിലേക്ക് താളിച്ചിടണം കേട്ടോ. അതായത് ഇത് കറി വറ്റി വന്നിട്ടുണ്ട്. ഇനിയാണ് ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കുക. അതിലേക്ക് കടുകും ഉള്ളിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം ഉലുവയും കൂടി താളിച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് 1 മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തിട്ട് ഇറക്കി വെക്കാം കേട്ടോ. അപ്പൊ മീൻകറിയും റെഡി ആയിട്ടുണ്ട്, മീൻ പീര വറ്റിച്ചതും റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ കൊഴുവ കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക് യു.